എണീറ്റ് വരുന്നു. ഇന്ന് ഡ്രസ് കോഡ് ഇട്ട് ഇറങ്ങേണ്ട ആളാ. അല്ല കാലഴിക്കാൻ ആരുമില്ലേ? ഇപ്പൊ മോതിരം പോവും. മോതിരം അല്ല. അതെ ശരിക്ക് നല്ല പേടിയുണ്ട്. അപ്പൊ ഗൈസ് നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ കല്യാണത്തിന് റെഡി ആയിട്ടൊക്കെ എല്ലാവരും ഓരോരുത്തർ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും എത്തിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് കല്യാണ വീട്ടിലേക്ക് അങ്ങോട്ട് പോയിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എല്ലാവരും കൂടെ വന്നിട്ട് ഒരുമിച്ച് പോകാന്ന് കരുതിയിട്ട് അവിടെ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡ്രസ് കോഡ്. ഇത് ഞാൻ ഫുള്ളായിട്ടുള്ള വീഡിയോ വേറെ കാണിച്ചു തരാട്ടെ എല്ലാവരും കൂടെ വന്നതിന് ശേഷം ഉള്ളത്. മൊത്തത്തിൽ ഗൈസ് അതായത് ഇന്ന് വൈബായിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു 7:30. ഇപ്പൊ സമയം 7:15 7:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞോട് ആരും ഇവിടെ എല്ലാവരും എത്തിയിട്ടൊന്നുമില്ല. അപ്പം ഇനി 7:30 ഇറങ്ങിയിട്ട് അവിടെ 1.5 മണിക്കൂറോളം യാത്രയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് 9:30 to 10:30 അതിനിടയിലാണ് മുഹൂർത്തം. കല്യാണം കൂടണം, അടിപൊളിയാക്കണം. ഇന്ന് ഡ്രസ് കോഡല്ല, ഞങ്ങളൊരു 9 പേരുണ്ടാവും കേട്ടോ. 9 പേർക്ക് മാത്രമേ ഡ്രസ് കോഡുള്ളൂ. മൊത്തത്തിൽ അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നത് ഗൈസ്. അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു തരട്ടാം ഗൈസ്. അപ്പൊ നമ്മളിത് ഷിബിന്റെ വീടിന്റെ മുന്നിൽ എത്തിയിട്ടാ. ഇവിടെ പല ആൾക്കാരും റെഡി ആയിട്ട് പോലുമില്ല. അതെ സുയിത്താറിനൊന്നും ഇതുവരെ റെഡി ആയിട്ട് പോലുമില്ല. ഷിബിക്ക് പോവാനുള്ള വണ്ടി ഇവിടെ എത്തിയിട്ടാ. ഓ ചിലർ റെഡി ആയിട്ട് പോലില്ല. ഉറങ്ങി എണീറ്റ് വരുന്നൊക്കെ ഉള്ളു. ഇപ്പൊ എണീറ്റ് വരുന്നു. ഇന്ന് ഡ്രസ് കോഡ് ഇട്ട് ഇറങ്ങേണ്ട ആളാ. 4:45 ഒരാൾക്ക് ഞാനില്ലേ 5:15 ഒറ്റ ഞാൻ വിശാഖിനെ വിളിച്ചു. പച്ചക്ക് വിളിച്ചപ്പോഴേ വിശാഖ പോണത്ത്. എന്നിട്ട് പറയാം ഞങ്ങളൊക്കെ റെഡിയാടാ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പൂ വാങ്ങാൻ പോയതാണ്. ഞാൻ ചോദിച്ചു നമ്മളെങ്ങാനും ലേറ്റ് ആവുക എന്നുള്ളത്. ഇത് ഡ്രസ് കോഡ് അതൊക്കെ ഇവിടെ അല്ല. അശോകനോല് പോയില്ലേ? എന്നാ ചെല്ലി പെട്ടെന്ന്. എന്റെ ഗായ്സ് രഞ്ജുവല്ലേ പോയിട്ട് റിങ്ങി കെട്ടി വന്നിട്ടുണ്ട് കേട്ടാ. ഓ രഞ്ജു ഇതേതാ മോഡൽ? ഏതാ ഹെയർ സ്റ്റൈൽ? ഏതാ മോഡല്? എന്തായാലും കൊള്ളാം. അടിപൊളിയായിട്ട് അണ്ണ ഓരൊക്കെ നീറ്റ് പോണുള്ളൂ. അതല്ല അണ്ണ എന്താ നിങ്ങള് നാട്ടിൽ നിന്നിട്ടുള്ള മടി കൊണ്ട് ഇവിടെ നിന്നിട്ട് ഇവിടെ ഒരുത്തനില്ലേ? ഇതില്ലേ നിഷാഗിനെ ഇപ്പൊ ഓട്ടോന്ന് വിളിച്ചാണ്ട് ഇറക്കിയിട്ടുള്ള നിങ്ങള്. അബദ്ധത്തിൽ ഉറങ്ങിയിരുന്നേ. അവിടെ എത്തിയപ്പോഴേ എന്താ ബാത്റൂമിക്ക് ഇതെപ്പാട് കയറ്റിട്ടുള്ളൂ. ഇപ്പൊ കേറിയിട്ടുള്ളൂ. അത് സ്റ്റിച്ച് അയച്ചാ മതി. അങ്ങനെയുള്ളത് വെള്ളമാണ് എല്ലാരും. ഒന്ന് അയച്ചാറിന്റെ അടുത്ത് വെള്ളം ഉണ്ടായിച്ചു. ഇല്ല എല്ലാം മെമ്മറിയാണല്ലോ നമുക്ക്. അയച്ചാറിനോട് ആദ്യം ചോദിച്ചു പറഞ്ഞേ എന്റെ അടുത്ത് വെള്ളം ഉണ്ടെന്ന്. ഇന്റെ ഇവിടെ വെള്ളയും ഇവിടെ കറുപ്പുന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു വെള്ളം പോയിട്ട് അത് രണ്ടും ഒരേ കളറാണ്. അപ്പൊ എന്തോ ചോദിച്ചാലോ മറ്റുള്ള സോള് വെള്ള കളറും മറ്റേ നീല കളറും. ഞങ്ങളൊന്നുള്ള വണ്ടി പിന്നെ ഒരു താരമാണ്. രഞ്ജുല്ലേ തലടേ ഇതാണ് ഓഡിറ്റോറിയം. നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആയി. 9:45 ആയില്ല. നമ്മളെ കല്യാണ ചെക്കനൊക്കെ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഓക്കെല്ലടാ. ഷിബിയ ഓക്കെ അല്ലേ? ആദ്യം ഞാൻ കറക്റ്റ് പക്ഷേ കുളിച്ചാ അപ്പൊ കുഴപ്പമില്ല. ഇനിയിപ്പോ ഓക്കെ ആയല്ലോ. കുളിയും കാര്യങ്ങളും കഴിഞ്ഞേ കുറച്ച് ഒരു തുള്ളി വെള്ളത്തില്. ബെൽറ്റ് ഇട്ടാ മുടി നേരാക്ക്. ബട്ടൺ ഇട്. ഇത് അടുത്ത വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് രാവിലെ 5:45 വിളിച്ചാണ്ടേ കായർത്തും ചായ കൊണ്ട് തരുന്ന ആളാണ്. എന്ത് 5:45 വിളിച്ചാണ്ടേ കായ വറുത്തും ചായ ഉണ്ട്. എന്നിട്ട് എന്നോട് 6:30 നീച്ച് കുളിക്കുന്നു. പാട്ടി കണ്ടിട്ട് കാര്യമില്ല.
യൂട്യൂബറാണ്, നമ്മളെ യൂട്യൂബറാണ് ശ്രീനാഥ് പട്ടാളത്തിൽ. എന്താ പോയത്? തൽക്കാലം അത് പൊട്ട ആക്കിയിട്ട് വെച്ചേക്കുന്നു. എത്ര ഉള്ള ആളായിട്ട് പോവാ. വാ, ഇതിലാണോ? അതിലൂടെയാണ്. മുന്നു പേടിണ്ടാ? എന്തിന്? എന്ത്? ഞാൻ പറഞ്ഞ നല്ലൊരു ഫോട്ടോ കൂടിയല്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ വാഴയും കുറച്ച് പടലും മാത്രം. ശരിക്ക് നല്ല പേടിയുണ്ട്. അവർക്ക് കയ്യാലും ഇറക്കണേ. ഒരു മിനിറ്റ് ഒന്ന് അവിടെ നിൽക്കണേ. മോള് അവിടുന്ന് മാറിന്നേ. മോള് അവിടുന്ന് മാറിന്നേ. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. गौरी कल्याण वैभोगमे लक्ष्मी कल्याण वैभोगमे கொத்தோடு வாழை மரம் கொண்டு வந்து நிறுத்தி கோப்புடைய பந்தலுக்கு மேற்கட்டு கட்டி கௌரி கல்யாண வைபோகமே லக்ஷ்மி கல்யாண வைபோகமே. மாலை சாற்றினாள் கோதை மாலை மாற்றினாள். மாலை சாற்றினாள் கோதை மாலை மாற்றினாள். மாலடைந்து மதிலரங்கன் மாலை அவர் தன் மார்பிலே. மாலடைந்து மதிலரங்கன் மாலை அவர் தன் மார்பிலே. மையனாய் தையனாய் மாமலர் கலந்தினாள். അശോക നമ്മളിന്ന് മൊത്തം ഫോട്ടോ തന്നെ ബോൾഡ് അറിയില്ല മെയിൻ നടൻ ബെസ്റ്റ്. മെയിൻ രാവിലെ ദിവസം ആദ്യം കാണല്ലോ ആൾക്കാര്. അത് കണ്ടിട്ട് ഈ വീഡിയോ ഒക്കെ എത്തുള്ളൂ. ആ ഓക്കെ ഓക്കെ. നമുക്ക് നമ്മൾ ഒരുമിച്ചുള്ള ഫോട്ടോ അല്ലേ? വിശാൽ മാഷ് വീഡിയോ ആണ്. ഓക്കെ
അങ്ങനെ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കണം. എന്താ ഫുഡ് എന്താണ്? സദ്യയാണോ? സൂപ്പർ, നല്ല സ്മെല്ല് ഇട്ടിട്ട് സദ്യയുടെ. ഇത് ഇവിടെയാണോ? ഷട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. എവിടെ? അതിൻ്റെ ഉള്ളിലൊന്നും ആരുമില്ല. ഓക്കെ ഓക്കെ ഗൈസ്, ഇന്ന് നല്ല സദ്യ ഉണ്ട് ഫുഡ്. യോ ഓ ആ ഇട്ടിട്ടോ. ശരി എന്നാ പോകുന്നേ. പായസ ക്ലാസ് കിട്ടിയില്ലാന്നോ? ഇതെന്താ 2 ക്ലാസ് കിട്ടിയില്ല? ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ ബൈ. ശരിട്ടമ്മ പോയി വരാം. അപ്പോൾ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞത് തിരിച്ച് വീട്ടിലേക്ക് പോകാണ്ട്. എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. ഞാനും ഫുഡൊക്കെ കഴിച്ചു. മറ്റ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇവരൊക്കെ എവിടെ? ഞാൻ ഇവിടെ എന്ന് പറഞ്ഞല്ലോ. രഞ്ജു ഇവിടെ ഉണ്ട്. ബാക്കി എല്ലാവരും റിസൾട്ടായിട്ടുണ്ട്. ഷിബിയറൊക്കെ പോയിട്ടാ. കുറച്ച് ഇമോഷണൽ ആയിരുന്നു കാര്യങ്ങളൊക്കെ. മുന്നേ ഭയങ്കരമായിട്ട് കരഞ്ഞു. രഞ്ജൊക്കെ കരഞ്ഞിരിക്കുന്നു. നീ എന്തിനാ കരയുന്നത്? നമ്മളൊരു അമ്മേനാ അല്ല അങ്ങനെയല്ലടാ, ഒരു അമ്മേന്റെ അച്ഛൻ്റെ ഒക്കെ മക്കളല്ലേ. അപ്പൊ അമ്മമാര് കരയുമ്പോ നമുക്ക് സാധാ ഓക്കെ എവിടെ പോവല്ലേ? വിശാഖ നടക്കൂലെന്ന് പറഞ്ഞാലേ അവനോട്. എന്താ പറയാ, ബോക്സോ ഗൈസ്. അപ്പൊ ഇന്നത്തെ കല്യാണ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. മൊത്തത്തിൽ വൈബായിരുന്നു, വൈബേഷ്. അപ്പോഴത്തെ സമയം ഏകദേശം 2:15 ഞങ്ങളിത് എവിടെ എത്തി? വീട്ടിലെത്തി. ഇത് കയറാൻ നിൽക്കുന്നു. അതെ, തണുത്ത സാധനങ്ങളൊന്നും കത്തൂല. എല്ലാവർക്കും ബൈ. ഫുള്ള് കത്തറ ടീം ഗൈസ്. ഒരു ഫോട്ടോഷൂട്ടാ ഭാരതിയാണ് കാണുന്നത്. സ്വന്തം കൂട്ടുകാരന്റെ പരിപാടിക്ക്, കല്യാണത്തിന്, പ്രോഗ്രാമിന് ഏറ്റവും ആ മുഖം ഒന്ന് കാണിച്ചേ. കൂട്ടുകാരന്റെ സ്വന്തം ടീം കളിക്കുന്ന ഒരുത്തന്റെ കല്യാണത്തിന്റെ അന്ന് പ്രോഗ്രാമിന് ഏറ്റ ആൾക്കാരെ മുഖം ഒന്ന് കാണിക്കണം. ടീമിക്ക് വിളിച്ചില്ല, അത് പറയും. അല്ല, ടീമിന്ന് പുറത്താക്കിയോലെന്നല്ല, ഒരു ഇവലെ ടീമാണെന്ന്. ബിജു ഒന്ന് എല്ലാരും മുഖം ഒന്ന് കാണിച്ചു. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മളെ കല്യാണം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അത് അവസാനം അവരെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വന്ന് ഇത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കേണ്ട. കുറെ പേര് കഴിച്ചിട്ട് ഇതേ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ എല്ലാവരും പോകും. ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കണം. നമ്മളെ കൂടെ ഉള്ള ഒരു കുറച്ച് പേരൊക്കെ പോയി, ഓൾറെഡി പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രമല്ല. ചായ ഉണ്ടാവും. താങ്ക് യു. ചായ വീട്ടിലും ചായ. അപ്പം ഞങ്ങളും ഇനി ഇറങ്ങാനായിട്ടാണ്. ഇപ്പം ഏകദേശം സമയം 6 മണി കഴിഞ്ഞ്. ഇനിയിപ്പോൾ എന്തായാലും പ്രത്യേകിച്ചൊന്നുമില്ല. നാളെ ഇതിൻ്റെ ബാക്കി വിരുന്നും പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് ക്ഷണമുണ്ട്. ചിലപ്പോൾ വരും. എല്ലാവരും വിരുന്നിന് വരുന്നുണ്ടാ? നോക്കാം. നാളെ വിരുന്നിന് വരുന്നുണ്ടാ? വിരുന്നിന് ചിലപ്പോൾ വരും, ചിലപ്പോൾ വരാതിരിക്കാം. എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണ്ട. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം. അത് സോറി. അതിന് എൻ്റെ അയ്യോ റെന്റിനടുത്ത ഡ്രസ്സിലാണ് കേട്ടോ ചായ കുടിക്കുന്നത്. കഴുകി ഞാൻ കഴുകി തരാം. സോറി. പക്ഷേ എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണമൊക്കെ? കല്യാണമൊക്കെ അടിപൊളിയായി.
നൈസായിരുന്നില്ല മൊത്തത്തില് ആള് കുറച്ച് കുറവായിരുന്നു. അതിന്റെ ബാക്കി വേറെ പ്രശ്നമില്ല. പ്രതീക്ഷ എങ്ങനെയാണ് കല്യാണം? അതിനത്രയൊന്നും സമയമില്ല. അടിപൊളിയായിരുന്നു. അപ്പു അടിപൊളിയല്ലായിരുന്നു? മൊത്തത്തിൽ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഞാൻ തിന്നില്ല. അല്ല, ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് കഴിച്ചു. അവിടെ സദ്യയായിരുന്നു. അതിന് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ബിരിയാണി കുറച്ച് കഴിച്ചു. ഇപ്പോൾ ഇവർക്ക് ബിരിയാണി ഉണ്ട്, അതിൻ്റെ പുറമെ മറ്റ് പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളും ഇതൊക്കെ ഉണ്ട്. പത്തിരി സാധനങ്ങളൊക്കെ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ്. നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.